സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ മാർ റാഫേൽ തട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ സിനഡ് യോഗത്തിന് ഇന്ന് തുടക്കമാകും. സഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം, അതിരൂപതാ വിഭജനം തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാകും. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ സിനഡ് യോഗമാണ്. എങ്ങനെയാണ് സാഹചര്യം? ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുർബാന ഏകീകരണത്തിലടക്കം കൃത്യമായ ഒരു ചർച്ച, ഒരു തീരുമാനമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് രഞ്ജിനി. സിറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷൻ വന്നതിനു ശേഷം, മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയേറ്റതിനു ശേഷമുള്ള സിനഡാണ് നേരത്തെ നടന്നുകൊണ്ടിരുന്ന സിനഡിന്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം അവർ അടുത്ത നടപടിക്രമങ്ങളിലേക്ക്, അതിന്റെ ചിട്ടവട്ട പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള കാര്യങ്ങളിലുള്ള പുതിയ കാര്യങ്ങളിലുള്ള അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ശനിയാഴ്ചയാണ് സിനഡിന്റെ സമാപനം എന്ന് പറയുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് ഈ ആദ്യ സിനഡിൽ ഒരുപക്ഷെ ഇടം കണ്ടേക്കില്ല. പ്രത്യേകിച്ച് വിവാദപരമായ വിഷയങ്ങൾ, കുർബാന ഏകീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രാഥമിക ചർച്ച അതിനകത്ത് വന്നേക്കാം. അതോടൊപ്പം തന്നെ വളരെ സജീവമായ ഒരു ചർച്ചയായി നിലനിൽക്കുന്നുണ്ട് ഈ രൂപതകളുടെ ഒരു വിഭജനം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. കാരണം ഈ പരാതിക്ക് പരിഹാരം കണ്ടെത്തുക ഏതു വിധേനയും എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ യാതൊരു രീതിയിലും കുർബാന ഏകീകരണ വിഷയം പരിഹരിക്കാൻ സാധ്യമാകാത്ത അന്തരീക്ഷമാണ് നിലവിലുള്ളത്. അതിൽ വത്തിക്കാൻ്റെ ഇടപെടലടക്കമുണ്ടാകുമ്പോൾ പോലും ഇപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് പോലും കുർബാന ഏകീകരണം സംബന്ധിച്ച് തർക്കങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുതിയ മേജർ ആർച്ച് ബിഷപ്പിൽ നിന്നും അത്തരം നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ പോലും ചർച്ചകളിലൂടെ ഇനി എന്ത് കണ്ടെത്താൻ കഴിയുമെന്നതാണ്. അതിനുള്ള ഒരു കളം, അതിനുള്ള ആ രീതിയിലുള്ളൊരു ചർച്ചകൾ നടന്നതിന് ശേഷമായിരിക്കും ഒരു നടപടികൾ ഉണ്ടാകുക എന്നതിലേക്ക് പോകും. ഒരുപക്ഷെ തുടക്കത്തിൽ ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ പുതിയ സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള ആദ്യ സിനഡിൽ കടുത്ത നടപടികളിലേക്കോ അല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്കോ ഒന്നും തന്നെ പോയേക്കില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ചർച്ചകളുടെ ഒരിടം അവശേഷിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇതിനുശേഷം ഈ സ്വീകരിക്കാൻ പോകുന്ന നടപടികളെക്കുറിച്ച് ഒരുപക്ഷെ സിനഡിൽ ചർച്ച ചെയ്തേക്കാം. അത് ചർച്ചകൾ സംബന്ധിയായ കാര്യങ്ങളായിരിക്കും. അതിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈ എതിർക്കുന്നവരുടെ പരാതികൾ കേൾക്കുമെന്നോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഇടം അദ്ദേഹം നൽകിയേക്കാം. അത്തരം പ്രാഥമികമായ ചർച്ചകൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നോട്ട് പോകുവാനുള്ള രീതികൾ എങ്ങനെയായിരിക്കും, അതിനൊരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിൽ തന്നെ എല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ കുർബാന ഏകീകരണം സംബന്ധിയായ വിഷയങ്ങളിൽ എന്ത് നടപടികളുണ്ടാകും, വലിയ മുറിപാടുകളില്ലാതെ ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ്. അതിൻ്റെ ഏതാണ്ട് ഒരു രൂപരേഖ ഒരുപക്ഷെ ഈ സിനഡ് സമാപിക്കാനിരിക്കുന്ന ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിനി, ഡാനി, ഇതിലിപ്പോൾ റാഫേൽ തട്ടിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമുണ്ട്, ഇനിയും ചർച്ചകൾക്കുള്ള സമയം അവസാനിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ പറയുമ്പോൾ ഡാനി സൂചിപ്പിച്ച പോലെ സ്വാഭാവികമായും ശനിയാഴ്ച അവസാനിക്കുന്ന സിനഡിന് മുൻപായി ഒരു കൃത്യമായ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. വത്തിക്കാന്റെ അടക്കം ഇടപെടൽ ഉണ്ടായിട്ടും ഇതുവരെയും ഈ വിഷയത്തിൽ കുർബാന തർക്കത്തിലൊന്നും ഒരു വ്യക്തതയോ തീരുമാനമോ വരാത്ത സാഹചര്യമുണ്ട്. തർക്കം കൂടുതൽ രൂക്ഷമാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഏത് രീതിയിലുള്ള ഒരു പരിഹാരമാണ് സഭ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ചും സഭ എന്താണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ഈ റാഫേൽ തട്ടിൽ വന്നവരുടെ വിശ്വാസികളുടെ ഒരു പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ഇനി വരാൻ പോകുന്നത്? രഞ്ജിനി, എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് സഭയുടെ ഒരു പ്രാഥമികമായ ഒരു ദൗത്യം. കാരണം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, ഒരുമിച്ച് നടക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ വിയോജിപ്പിന്റെ സ്വരങ്ങൾ ഒരുപാട് ഉയർന്നു കേൾക്കുന്നു. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുർബാന ഏകീകരണ സംബന്ധിയായ
ആ വിഷയത്തിലാണ് ഈ ഒരു ചർച്ച നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാതലായ വശങ്ങളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക എന്നത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിൽ എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടത്? കാരണം ഇതൊരു കുർബാന ഏകീകരണം കൃത്യമായി നടപ്പാക്കണം എന്നത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അതിരൂപതയ്ക്ക് മാത്രമായി അല്ലെങ്കിൽ രൂപതയ്ക്ക് മാത്രമായി അതിൽ നിന്ന് ഒഴിവ് നൽകാനാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് സഭയുടെ ഒരു കൽപ്പന എന്ന രീതിയിൽ തന്നെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലായിടത്തും സഭയുടെ തീരുമാനം നടപ്പാക്കുമ്പോൾ ഒരു അതിരൂപതയിൽ മാത്രം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാനാകില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കുർബാന ഏകീകരണം നടപ്പാക്കുന്നതിൽ കൃത്യമായൊരു സമയം നൽകിക്കൊണ്ട് ഘട്ടം ഘട്ടമായി ഇത് നടപ്പാക്കുക, അല്ലെങ്കിൽ ഒരു കടുത്ത നടപടി എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കാതെ സഭയുടേതായ ആശയങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്നുകൊണ്ട് ഘട്ടം ഘട്ടമായി നടപ്പാക്കുക എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെയും അത്തരം ചർച്ചകൾ നടന്നുവെങ്കിൽ പോലും അതിൽ ചില വിട്ടുവീഴ്ചകൾക്ക് രണ്ട് വിഭാഗവും തയ്യാറായിരുന്നില്ല എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളോടുകൂടി ഒരുപക്ഷെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ആദ്യ ശ്രമം എന്ന രീതിയിൽ ഉണ്ടാകും എന്നതാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. വിശ്വാസികളും ഒരേപോലെ തന്നെ അത്തരം നടപടികളായിരിക്കും ഉണ്ടാകുക എന്ന് തന്നെ അവരും പ്രതീക്ഷയുണ്ട്. കാരണം ഏകപക്ഷീയമായി ഇത് ഒരു ദിവസം കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ആകില്ല. അതുകൊണ്ട് ഘട്ടമായി ഇത് ഉണ്ടാകുമെന്നതാണ്. അല്ല എങ്കിൽ മാത്രമേ പിന്നീട് ഈ വലിയ ഒരു കടുത്ത നടപടികളിലേക്ക് അടക്കം പോകുവാനുള്ളൊരു സാധ്യതയുള്ളൂ. അത്തരം കാര്യങ്ങളുടെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്നത് നമുക്ക് സിനഡിൽ സമാപിക്കുമ്പോൾ അതിന് ചില സൂചനകളെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഘട്ടമായി ഇത് നടപ്പാക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾക്ക് തുടക്കമിടാൻ ഒരുപക്ഷെ സിനഡ് നിർദ്ദേശം നൽകിയേക്കാം. ആ നിർദ്ദേശത്തിൻ്റെ ഒരു തുടർച്ച വരും ദിവസങ്ങളിലും ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരു വിഷയം സിറോ മലബാർ സഭയിൽ ചൂഴ്ന്നു നിൽക്കുന്നത് വലിയ രീതിയിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡാനി, അതിലിപ്പോൾ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വത്തിക്കാന്റെ ഇടപെടലൊക്കെ ഉണ്ടാകുന്നു, അവിടെ നിന്ന് പ്രതിനിധി എത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, അതിലൊന്നും ഒരു കൃത്യമായ പരിഹാരമോ ഒന്നും ഉണ്ടാകുന്നില്ല. ഈ തർക്കം ഇങ്ങനെ തുടരുകയാണ്. ക്രിസ്മസ് സമയത്തൊക്കെ നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടതാണ്. കയ്യാങ്കളിയിലേക്കടക്കം കാര്യങ്ങൾ പോയതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഘട്ടം ഘട്ടമായി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ വിമത വിഭാഗം അതിനെ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക? ഈ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണോ സഭാ നേതൃത്വം പങ്കുവയ്ക്കുന്നത്? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ വിമത വിഭാഗം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വൈദികരും ഒരു വലിയ കൂട്ടം വിശ്വാസികളും ഉൾപ്പെടുന്നവർ, ഇവർ ഏറ്റവും കൂടുതലായി എതിർത്തിരുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഭൂമി വിവാദം മുതൽ ഇങ്ങോട്ട് പല വിഷയങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് തുടരുമ്പോൾ തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനത്യാഗത്തിന് അല്ലെങ്കിൽ രാജിവെപ്പിന് കാരണമായത് ഈ ഒരു വിഷയം തന്നെയായിരുന്നു എന്നതിൽ എല്ലാവർക്കും തന്നെ വളരെ സുവ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്ത് പറഞ്ഞാലും ഇതെല്ലാം തന്നെ അതിൻ്റെ ഒരു കാരണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉയർത്തിയ ഈ വിമത സ്വരങ്ങൾ ശക്തിയിൽ വല്ലാതെ എതിർത്തിരുന്ന ഒരാൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് ഈ ചർച്ചകൾക്ക് വേണ്ടി പിന്നീട് തയ്യാറാകേണ്ടതുണ്ട്. അത് ഒരു വിട്ടുവീഴ്ചകളുടെ ഒരു ഭാഗം തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. നേരത്തെ വത്തിക്കാൻ അടക്കമുള്ള വത്തിക്കാൻ എന്നുള്ള ഇടപെടൽ എല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊരു വിഷയം വളരെ സജീവമായിട്ട് തന്നെ നിന്നിരുന്നു. തങ്ങൾ ഉയർത്തുന്ന പല ആരോപണങ്ങൾക്ക് പലവിധമായ കേസുകൾ ഇത് ഭൂമി വിവാദം സംബന്ധിച്ച് നടത്തുന്നു. കോടതികളിൽ നിന്ന് പല രീതിയിലുള്ള പരാമർശങ്ങൾ കർദിനാളിനെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായി തുടരുമ്പോൾ എങ്ങനെയാണ് ഈ ചർച്ചകൾക്ക് സാധ്യമാകുക എന്നത് അതിൻ്റെ ആദ്യപടി അദ്ദേഹത്തിനെ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുന്നു. 2 വട്ടമാണ് ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഇവിടെ മേജർ ആർച്ച് ബിഷപ്പായി തന്നെ തുടരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും. അഡ്മിനിസ്ട്രേറ്റർ വന്നതുകൊണ്ട് കാര്യമായില്ല എന്ന വിമർശനങ്ങളെ ഉയർന്നിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിയിരിക്കുന്നു. കാരണം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുന്നു എന്നതാണ്. അതിൽ ഇവർ ഉയർത്തിയ ഒരു ആവശ്യങ്ങൾക്ക് വലിയൊരു അംഗീകാരം എന്ന രീതിയിലാണ് വിമത വിഭാഗം അത് ഉയർത്തിക്കാട്ടുന്നത്. അതെന്ത് തന്നെയാണെങ്കിൽ കൂടിയും അവർ എതിർത്തിരുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനം എത്തിയിരിക്കുന്നു. അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുന്നു. ഇനി ചർച്ചകൾക്ക് സന്നദ്ധരായേ തീരൂ, അല്ലെങ്കിൽ നടപടികളിലേക്ക് വത്തിക്കാൻ കടക്കാൻ നിർബന്ധിതരാകും എന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അത് വൈദികർക്കടക്കം ഒരുപക്ഷെ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്ന രീതിയിൽ തന്നെയാണ് അത്തരം ആശയങ്ങൾ പോയിരിക്കുന്നത്. അതിന് മുന്നോടിയായാണ്
ഒരു ചർച്ചകളുടെ ഒരിടം ഒരുക്കാമെന്ന് മാർ റാഫേൽ തട്ടിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ആശയപരമായ സത്ത ഉൾക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകേണ്ടി വരിക. കാരണം വത്തിക്കാൻ ഒരു നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്നതാണ്. അതിന് സാധ്യമായില്ല എങ്കിൽ മാത്രമേ മറ്റു നടപടികൾ ഉണ്ടാകൂ. ആ ഒരു ആശയം കൃത്യമായിട്ട് തന്നെയും ഇതിനെ എതിർക്കുന്നവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വത്തിക്കാൻ അടക്കം വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്ക് ശേഷം മറ്റു നടപടികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുക. അതിൻ്റെ ഒരു തുടക്കം സിനഡിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് സാഹചര്യം. കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന പ്രതീക്ഷ, അത് ഘട്ടം ഘട്ടമായെങ്കിലും അത് നടപ്പാക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് സഭാ നേതൃത്വം പങ്കുവയ്ക്കുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.